ഇതുപോലൊരു വെണ്ടയ്ക്ക പൊരിയൽ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കുള്ളൂ, സംഭവം കിട്ടുവാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ടരിഞ്ഞ 2 ഉരുളക്കിഴങ്ങാണ്. ചെറുതായിട്ട് തന്നെ അരിയണം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാൻ ഭയങ്കര പാടായിട്ട് വരും. ഇനി ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഈ വഴുവഴുപ്പൊന്ന് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മളുടെ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള വെണ്ടയ്ക്ക പൊരിയൽ റെഡി ആയിട്ടുണ്ട്.